ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്ന് പറയുന്നത് മുദ്രകളെ കുറിച്ചാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രയായിട്ടുള്ള ഗരുഡ മുദ്രയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്കറിയാം, ഗരുഡൻ എന്ന് പറയുന്നത് പക്ഷിരാജാവ് അല്ലെങ്കിൽ പക്ഷിരാജൻ എന്നൊക്കെ അറിയപ്പെടുന്നു. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു വലിയ പരുന്ത് എന്നുള്ള രീതിയിൽ അത്രയും വളരെ ശക്തമായിട്ട് നമുക്ക് ഈഗിൾ അല്ലെങ്കിൽ പരുന്ത് എന്ന് പറയുമ്പോൾ സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ എത്ര ദൂരത്ത് നിന്നും ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളെ കാണാൻ ഒരു ബേർഡ്സ് ഐ വ്യൂവിൽ നിന്നുകൊണ്ട് കാണാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു ജീവിയാണ്. അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റ് ആനിമൽ നമ്മൾക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഫോക്കസിൽ നമ്മൾ കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളുടെ ആ ഒരു എനർജിയും ഫോക്കസും ഒന്നും ഡിസ്ട്രാക്റ്റഡ് ആയി പോവാതെ നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഡീൽ ചെയ്യേണ്ടതെന്ന് അതിൽ മാത്രം നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഗരുഡമുദ്രയെക്കുറിച്ച്, അതിൻ്റെ പ്രത്യേകത, അത് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ്സ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആർക്കൊക്കെ ഇത് ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങൾ എനിക്കറിയാവുന്നത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ആ ഒരു പ്രോത്സാഹനവും സജഷൻസും നല്ല കമൻസും ആ ഒരു മോട്ടിവേഷനും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോരോ പുതിയ ടോപ്പിക്ക് കൊണ്ടുവന്ന് നിങ്ങളിലേക്ക് പ്രസൻറ്റ് ചെയ്യാനും അതിലൂടെ എന്നെ ഒന്ന് കേൾക്കാൻ, നിങ്ങളുടെ തിരക്കിട്ട സമയത്തിനിടയിൽ ഒരു സമയം അല്പം മാറ്റിവെക്കാൻ ഒക്കെ തരുന്ന ആ ഒരു സമയത്തിനും, വിലയേറിയ നിങ്ങളുടെ സമയത്തിനും എല്ലാത്തിനും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പോൾ ഗരുഡമുദ്ര എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ചക്രാസിൻ്റെ ബ്ലോക്കേജ് എല്ലാം മാറി വളരെ ആക്റ്റീവായി ആ ഒരു പ്രാണ എന്ന് പറയുന്നത് ടു ആൻഡ് ഫ്രോ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പല പല സാഹചര്യങ്ങൾ, സാധ്യതകൾ, വാർത്തകൾ, വ്യക്തികൾ ഒക്കെ നമ്മളുമായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് അപ്രതീക്ഷിതമായിട്ട് അതിങ്ങനെ നടന്നേ മതിയാകും. അപ്പോൾ എത്ര ആളുകളുടെ എനർജിയാണ് നമ്മളിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും, അല്ലെങ്കിൽ പല വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളുടെ എനർജിക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാലും നമ്മളുടെ ആ ഒരു ചക്രാസിന് പ്രശ്നങ്ങളൊന്നും വരാതെ, അതിൽ വലിയ ക്ഷതങ്ങളൊന്നും വരാതെ എപ്പോഴും വളരെ ബാലൻസ്ഡ് ആയി നിന്നുകൊണ്ട് നമ്മളുടെ ഓറ വളരെ പവർഫുള്ളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. അതിനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ പുറത്തിറങ്ങി യാത്ര ചെയ്യുമ്പോൾ ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും നമ്മളെ കാണുമ്പോൾ വളരെ വൈബ്രൻ്റ് ആയിട്ട്, വളരെ ഫിസിക്കലി അട്രാക്റ്റീവായിട്ട്, അല്ലെങ്കിൽ എന്തോ ഒരു മാഗ്നറ്റിക് പവർ, ഒരു ഫിസിക്കൽ അട്ടയർ, ആ ഒരു രീതിയൊക്കെ നമ്മളെ മറ്റുള്ളവർക്ക് കാണുമ്പോൾ തോന്നുന്നെങ്കിൽ, നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ വെച്ച് കാണുന്നെങ്കിൽ അവർക്ക് ചിലപ്പോൾ നമ്മളോട് സെക്ഷലി ഒരു അട്രാക്ഷൻ തോന്നും. അപ്പോൾ ലോ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ ആ ഒരു സെക്ഷൽ ആയിട്ടുള്ള ആ ഒരു എനർജി ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ചക്രാസിൽ നിന്ന് എനർജി നമ്മളിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്ന നമ്മളിലേക്ക് അത് വന്നിങ്ങനെ ഹിറ്റ് ചെയ്യുമ്പോൾ, അതിങ്ങനെ പുഷ് ചെയ്യുമ്പോൾ, അത് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഒരു ശ്രമം നടത്തുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പെയിൻഫുള്ളായിട്ടുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ ഗ്യാസ് ഫോർമേഷൻ്റെ ഒരവസ്ഥ, അല്ലെങ്കിൽ വല്ലാത്ത നമ്മളുടെ ആ ഒരു ചക്ര, ആ സെക്ഷൽ എനർജിയുടെ ആ ഒരു ചക്ര എന്ന് പറയുന്ന അത് നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ ഒക്കെ നമുക്ക് കുറച്ച് നേരത്തേക്കെങ്കിലും, ഒരു അരമണിക്കൂറത്തേക്കെങ്കിലും വല്ലാത്തൊരു ശ്വാസം മുട്ടലും അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ വിചാരിക്കും ഫുഡ് കഴിക്കുന്നതിൻ്റെയൊക്കെ ആയിരിക്കും എന്ന് വെച്ചിട്ട്. ഇതുപോലെ പല ആളുകളും നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ ഇതൊന്നും കാര്യകാരണം കൊണ്ട് ഒന്നും നടക്കുന്നതല്ല. അപ്പോൾ പല ആളുകളും നമ്മളുടെ അടുത്ത് വരുമ്പോൾ അവരുടെ ആ ഒരു എനർജിയുടെ ആ ഒരു രീതിയിലുള്ള ഫ്ലോ നമ്മളിലേക്ക് വന്ന് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഏറ്റക്കുറച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. പിന്നെയുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ആസ്മ പോലത്തെ അസുഖങ്ങൾ പരിപൂർണമായിട്ട് മാറിയില്ലെങ്കിലും നമുക്ക് വളരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ടൊക്കെ ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. ഇവിടെ
എയർ എലമെൻറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വായു എന്ന് പറയുന്ന എലമെൻറ്റിനെ വളരെ സ്റ്റേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും തോന്നുന്ന ആ ഒരു ചേതന അല്ലെങ്കിൽ ചിത്ത എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചുകൂടി ഒരു തലത്തിൽ ഉയർന്നു നിന്നുകൊണ്ട് കാര്യങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഈഗിൾ ബേർഡ്സ് ഐ വ്യൂ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും നമ്മളുടെ ചുറ്റിനെ കോക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ റിയൽ ആയിട്ടുള്ള ആ ഒരു ഹിഡൻ അജണ്ട എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനൊക്കെ ഈ ഒരു മുദ്ര നിങ്ങളെ സഹായിക്കും. ലോ വൈബ്രേഷൻ എനർജിയിലുള്ളവർ പല കാര്യങ്ങളും നമ്മളുടെ മുന്നിൽ വന്നിങ്ങനെ പറയുകയും പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആ ഒരു ഹിഡൻ സീക്രട്ട് അല്ലെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് എന്നിൽ നിന്ന് അവർക്ക് വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് കുറേയേറെ മനസ്സിലാക്കാനൊക്കെ ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പീരീഡ്സ് ആവുന്ന സമയത്ത് അവർക്ക് ആ ഒരു വയറിന് വേദന അല്ലെങ്കിൽ മസിൽ ക്രാമ്പിങ് അല്ലെങ്കിൽ മസിൽസിനൊക്കെ ഒരു കൺട്രാക്ഷൻ ഒക്കെ വന്നിട്ട് നമുക്ക് വർക്ക് പ്ലേസിൽ പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് പഠിക്കുന്ന കോളേജിൽ സ്കൂളിലൊക്കെ പോകുമ്പോഴും 2-3 ദിവസത്തേക്ക് പഠനത്തിൽ ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ അതിനും അത് കുറേ മാറാൻ ഏകദേശം നല്ല രീതിയിൽ തന്നെ മാറാൻ വേണ്ടിയിട്ട് ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. അപ്പോൾ മുദ്ര എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മളുടെ വിരലുകൾ എല്ലാം എന്ന് പറഞ്ഞാൽ പല എലമെൻസിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ വലത് കൈ അതിലേക്ക് നമ്മളുടെ ഇടത് കൈ കൊണ്ടുവന്ന് ഇങ്ങനെ 2 തള്ളവിരൽ രണ്ടും കൂടി ഇങ്ങനെ കൊരുത്ത് വെച്ചതിന് ശേഷം നമ്മളുടെ ബാക്കി വിരലുകളെല്ലാം ആ ഒരു ഗരുഡ രാജാവിൻ്റെ നമ്മളുടെ വിങ്സ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിങ്ങനെ വിടർത്തി വയ്ക്കുക. ഇങ്ങനെ കൂട്ടി വയ്ക്കുകയല്ല, ഇങ്ങനെ വിടർത്തി വയ്ക്കുക. അങ്ങനെ വിടർത്തി വെച്ചുകൊണ്ട് നമ്മൾക്ക് കണ്ണുകൾ അടച്ച് ഒരു 10 നിമിഷം നമ്മളുടെ ബ്രീതിങ് എക്സസൈസ് വളരെ സ്ലോ ആയിട്ട് നമ്മൾ ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്യുക. കണ്ണ് തുറന്നു വെച്ചും ചെയ്യാം, പക്ഷേ നമ്മൾക്ക് നമ്മളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട്, സാധിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. സാധിക്കാത്തത് കൊണ്ട് നമുക്ക് കണ്ണടച്ചു വെച്ചുകൊണ്ട് രാവിലെ ഒരു 10 നിമിഷം, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 10 നിമിഷം നിങ്ങൾ ഈ മുദ്ര വെച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയം എന്ന് പറയുന്ന ഒന്ന് പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് മാറാനായിട്ട് ഇത് സഹായിക്കും. എപ്പോഴും വളരെ സ്റ്റേബിളായിട്ടിരിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും. എത്ര വലിയ ജീവിതത്തിൽ അടിയൊഴുക്കുകളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും നിങ്ങളുടെ മുന്നിൽ വന്നാലും അതിൽ പിടിച്ചു നിന്നുകൊണ്ട് വളരെ കാമായി, വളരെ പീസ്ഫുള്ളായി, വളരെ കൂളായി ഓരോ കാര്യങ്ങളെയും ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള പവറും ആ ഒരു ഭയത്തിനെ അതിജീവിച്ചുകൊണ്ട് നമ്മളുടെ ജീവിത വിജയങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇത് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇത് 2 രീതിയാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ മുദ്ര വെച്ചുകൊണ്ട് നിങ്ങളുടെ മൂലാധാര ചക്ര മുതൽ താഴെ മുതൽ നമ്മൾ ഒരു 2 സെക്കൻഡ് വീതം ഓരോ ചക്രയുടെയും എടുത്ത് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കാം, നേരെ പിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. എങ്ങനെ ആയാലും കുഴപ്പമില്ല. 2 സെക്കൻഡ് വീതം ഓരോ ചക്രാസിൻ്റെയും എടുത്ത് നമ്മളിങ്ങനെ വെച്ച് നമ്മൾ ചാൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മന്ത്രം ചാൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ബ്രീതിങ് എക്സസൈസ് മാത്രം ചെയ്താൽ മതി. അങ്ങനെ നമ്മളുടെ ആ ഒരു 3rd ഐ ചക്ര കഴിഞ്ഞ് അങ്ങ് മുകളിലേക്ക് വരെ നമ്മളിങ്ങനെ ആ മുദ്ര വെച്ച് ഇങ്ങനെ ചാൻറ്റ് ചെയ്യുക. ഈ മുദ്ര കൃത്യമായി ചാൻറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട കാര്യം നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻഡ്യൂഷൻ ലെവൽ വളരെ ഹൈ ആയിക്കൊണ്ട് 3rd ഐ ചക്ര വരെ ഓപ്പൺ ആവുന്നത് ഒരുവിധം എല്ലാവർക്കും ഒക്കെ സാധിക്കുമെങ്കിലും നമ്മൾ ഈ ഒരു ഫിസിക്കൽ വേൾഡിൽ പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും അല്ലെങ്കിൽ ഈ കൂടുതലും ലോ വൈബ്രേഷൻ കാർമികമായിട്ടുള്ള പല സിറ്റുവേഷനിലൂടെയൊക്കെ നമുക്കും സഞ്ചരിക്കേണ്ടി വരുന്നത് കൊണ്ട് ആ ഒരു 3rd ഐ ചക്രയിൽ നിന്ന് പിന്നെ മുകളിലേക്ക് കടക്കാൻ പലർക്കും സാധിക്കില്ല. പല കാര്യങ്ങളും ഇങ്ങനെ വരുമ്പോൾ ഞാൻ തെറ്റും, ബാക്കി ചുറ്റിന് നിൽക്കുന്നതെല്ലാം ശരി ആണെന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നുന്ന ഒരു രീതി കൊണ്ട് നമുക്ക് ആ ഒരു 3rd ഐ ചക്രയിൽ നിന്ന് മുകളിലേക്ക് നമുക്കൊരു എക്സ്പാൻഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ മുദ്ര ചെയ്യുമ്പോൾ ഏറ്റവും ഫലപ്രദമായി പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു പ്രാണ എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഒഴുക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ക്രൗൺ ചക്ര അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കൊക്കെ അങ്ങ് നമ്മളുടെ തന്നെ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് നമുക്ക് പോകാനായിട്ട് ഇത് സാധിക്കും.
പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു കാര്യം നമ്മളുടെ മുന്നിൽ വരുമ്പോൾ വളരെ കൂളായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നത്തിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു കരവിരുത്, അങ്ങനെ ഒരു കരവിരുത് നമുക്ക് കിട്ടുമ്പോൾ നമ്മളുടെ കോൺഫിഡൻസ് കൂടുകയും ഭയം ഇല്ലാതാവുകയും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യുമ്പോൾ അത് ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾക്കതിനെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത് ഈ ഒരു മുദ്ര നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഇടത് കൈ ഹൃദയത്തിൻ്റെ ഹാർട്ട് ചക്രയിൽ നമ്മളിങ്ങനെ വെക്കുക, നമ്മുടെ വലത് കൈ ഇവിടെ ഇങ്ങനെ തോളിൽ നമ്മളൊക്കെ വയ്ക്കുക. അങ്ങനെ വയ്ക്കുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ആ ഒരു ഹൃദചക്രയിൽ ഞാൻ കുടിയിരുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിച്ച് ഉപാസിക്കുന്ന ആ ഒരു ഉപദേവത അല്ലെങ്കിൽ എൻ്റെ ആ ഒരു വിശ്വാസം ഉള്ള ആ ഒരു ശക്തിയെ ഞാൻ പൂജിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് എനിക്ക് വേണ്ടതെല്ലാം, അതാണ് യൂണിവേഴ്സ്, ആ ഒരു പ്രപഞ്ചശക്തി എന്നിലൂടെ ഒഴുകുന്നു എന്നുള്ള രീതിയിൽ ആ ഒരു ശക്തി എൻ്റെ കൂടെ തന്നെ ആ ഒരു മദർ എനർജി അല്ലെങ്കിൽ ഒരു സുപ്രീം പേരൻ്റ് എനർജി ആയിട്ട് എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് എനിക്കൊന്നിനും ഭയക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെയും നിങ്ങൾക്ക് ഈ മുദ്ര പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ മുദ്ര പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടെ, നമ്മൾക്ക് പലപ്പോഴും ദിവസത്തിൽ തന്നെ പല നേരത്തും പല രീതിയിലുള്ള മൂഡ് ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും. ചിലപ്പം ഇങ്ങനെ ചളച്ചിരിക്കും, ചിലപ്പം മടി പിടിച്ചിരിക്കും, ചിലപ്പം വളരെ ആക്റ്റീവായിരിക്കും, ചിലപ്പോൾ ദേഷ്യം വരും, ചിലപ്പോൾ ഡിപ്രസീവ് മൂഡിലേക്ക് വരും, അല്ലെങ്കിൽ സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാം വന്നിട്ട് ചെയ്യുന്ന ജോലി ഒരു സക്സസ്ഫുൾ മാനറിലേക്ക് കൊണ്ടുപോകാനൊന്നും സാധിക്കാതെ വരും. അതും ഈ ഒരു മുദ്ര നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ആ ഒരു മൂഡ് സ്വിങ്സ് ഒന്നും ഇല്ലാതെ എപ്പോഴും വളരെ സ്റ്റേബിളായിരുന്നുകൊണ്ട്, ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്പിരിച്വലി വളരെ ബാലൻസ്ഡ് ആയിരുന്നുകൊണ്ട് നമ്മളുടെ കാര്യങ്ങളെല്ലാം ഒന്നേ എന്നുള്ള രീതിയിൽ ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ അതുമാത്രമല്ല, നമുക്ക് ഈ ഒരു മുദ്രയൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഒരു ഗരുഡമുദ്ര അല്ലെങ്കിൽ പക്ഷിരാജൻ എന്ന് പറയുന്ന ആ ഒരു ഡയറ്റിയുടെ ബ്ലെസ്സിങ്സ് ആണ് എപ്പോഴും നമ്മൾക്ക് കിട്ടിക്കൊണ്ട്, ഒരു പ്രശ്നം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ എന്താണ് അതിൻ്റെ പിന്നിൽ ഉള്ള കാര്യം എന്നുള്ള രീതിയിൽ അതിൻ്റെ പിന്നാമ്പുറത്തേക്കാണ് നിങ്ങളെ ആ ഒരു ഫോക്കസിങ്ങിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്കെപ്പോഴും ഈ ഒരു ഭൂമിയിൽ നിൽക്കുമ്പോൾ പലതരത്തിലുള്ള സിറ്റുവേഷൻസും ആളുകളിലൂടെയുമൊക്കെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ടിലുള്ള ആ ഒരു പിക്ചർ മാത്രം കണ്ടുകൊണ്ടാണ് നമ്മൾ ആക്ഷൻ റിയാക്ഷൻ എല്ലാം എടുക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ തേടി പോകുന്നത്. പക്ഷേ ഈ ഒരു മുദ്ര നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്തേക്കുള്ള എന്താണ് റീസൺ, ഇതെന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണോ, ഇതെന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനാണോ, ഇതെന്നെ കൺട്രോൾ ചെയ്യാനാണോ, അതെന്നെ ലിമിറ്റ് ചെയ്യാനാണോ, അതോ എൻ്റെ നാശത്തിന് വേണ്ടിയിട്ടാണോ, അതല്ലെങ്കിൽ എൻ്റെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ടാണോ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് തന്നെ ആ ഒരു സ്പിരിച്വൽ ആ ഒരു നോളജ് അല്ലെങ്കിൽ വിസ്ഡം അനുസരിച്ച് നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട്, അപ്പോൾ അവിടെ എന്ത് ടാക്ടിക്സ് ആണ് അപ്ലൈ ചെയ്തുകൊണ്ട് എൻ്റെ ഹയസ്റ്റ് ഗുഡിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ആ രീതിയിൽ പെരുമാറാനും പ്രവർത്തിക്കാനും ജീവിതത്തിൽ സ്റ്റാഗ്നൻ്റായി നിൽക്കാതെ മുന്നോട്ട് സഞ്ചരിക്കാനും ഒക്കെ നമ്മളെ ഈ ഒരു മുദ്ര സഹായിക്കും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.